ബൈപ്പാസുകൾ കിലോമീറ്റർക്ക് ഇവിടെ എംഎൽഎമാരും എംപിയൊക്കെ ഉണ്ട്. ഇവിടെ എംഎൽഎമാരും എംപിമാരും ഉണ്ടായിരുന്നല്ലോ. അവരിരുന്ന് ഈ പ്രദേശത്തിന് ജനപ്രതിനിധിയുണ്ട്. ആലപ്പുഴ ജില്ലയിൽ കേൾക്കില്ല. ഈ ശബ്ദം തടസ്സപ്പെടുന്നതേ ഉള്ളൂ. ഇവര് പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് തരാം. 45 വർഷം ഒരു ബൈപ്പാസ് പൂർത്തീകരിക്കാൻ കഴിയാത്ത ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും ഈ കേരളത്തിൽ തന്നെ ഉണ്ട്. 6 മാസം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അത് പൂർത്തിയാക്കി. രണ്ടാമത്തെ ബൈപ്പാസ് ഈ 45 മാസം കൊണ്ട് അത് പൂർത്തിയാക്കും. ഇവർ പറഞ്ഞല്ലോ, ഇവിടെ മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് മന്ത്രി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? 57,000 കിട്ടാനുണ്ട്, 60,000 കിട്ടാനുണ്ട്, കോടി കിട്ടാനുണ്ട്. നിർമ്മല സീതാരാമൻ ബഹുമാനിയായിട്ടുള്ള ഭാരതത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി തിരുവനന്തപുരത്ത് വന്ന് പറഞ്ഞപ്പോ നിർബന്ധിതയായി പറഞ്ഞപ്പോ നിർബന്ധിതയായി. സർക്കാർ ജനങ്ങളെ പറ്റിക്കാൻ ഇങ്ങനെ പച്ച കള്ളം പറയുമ്പോ ഒരു കേന്ദ്രമന്ത്രിക്ക് പറയാതിരിക്കാൻ കഴിയും. അത് ഇവിടെ വന്ന് പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ നിർമ്മല സീതാരാമൻ ഭർത്താവുണ്ട്. അവർ ഇവിടെ വന്നിട്ട് പിന്നെ പിറ്റേ ദിവസം തൊട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിയും എല്ലാം തിരിച്ചു 5,000 കോടിയാക്കി മാറ്റി പറഞ്ഞു. പിന്നെ ഇവർ തമ്മിൽ വലിയ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ആലപ്പുഴ ജില്ലയിലെ പാണ്ഡ്രാട് പഞ്ചായത്തിൽ ആരാ ഭരിക്കുന്നത്? CPM കോൺഗ്രസും. തിരുവമ്പണ്ടൂർ പഞ്ചായത്ത് ആരാ ഭരിക്കുന്നത്? CPM കോൺഗ്രസും. ചെന്നിത്തല ഭരിക്കുന്ന ആരാ? CPM കോൺഗ്രസും. തിരുവമ്പണ്ടൂർ സൊസൈറ്റി ഭരിക്കുന്നത് CPM കോൺഗ്രസും. കോടന്തുരുത്ത് ഭരിക്കുന്നത് CPM കോൺഗ്രസും. CPM-ന്റെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർ BJPക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തിൽ ആ ഭരണക്കാരെ മാറ്റിയിരുത്തി ഒന്നിച്ചു ഭരിക്കാം. എന്നിട്ട് ഇവിടെ വന്ന് കുറ്റം ഒന്നും വേണ്ട. ഒരു കാര്യം കൂടി ഇപ്പൊ ഈ നവകേരള സെസ് നടന്നല്ലോ. ബഹുമാനപ്പെട്ട UDF-ന്റെ പിന്നെ നമ്മുടെ മുസ്ലിം ലീഗിന്റെ ട്രഷററുടെ സ്ഥലത്താണ് നവകേരള സെസ് നടന്നത്. അദ്ദേഹം തന്നെ അപ്പുറത്തിരുന്ന് കോൺഗ്രസിന്റെ പരിപാടി വിചാരണ സദസ്സിന്റെ അധ്യക്ഷനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഇവർ തമ്മിൽ ധാരണയില്ലേ? മുസ്ലിം ലീഗും കോൺഗ്രസ് CPM-ആയിട്ടൊക്കെ നല്ല ധാരണയാണ്. UDF-ഉം LDF-ഉം നല്ല ധാരണയിലാണ്. വെറുതെ ജനങ്ങളെ എന്തിനാ പറ്റിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്. ലോകം കേൾക്കാൻ വേണ്ടിയാണോ സംസാരിക്കുന്നത്? അത് കേൾക്കൂല. നിങ്ങള് പറയുന്നത് കേൾക്കത്തില്ല.